മാനസികമായും ശാരീരികമായും വളരെ ബുദ്ധിമുട്ടിലായിട്ടാണ് പൈൽസ് ഉള്ള പേഷ്യൻസ് നമ്മുടെ അടുത്തേക്ക് വരാറുള്ളത്. ക്ലിനിക്കിൽ വരുന്ന ഒട്ടുമിക്ക പേഷ്യൻസിൻ്റെയും പ്രശ്നം ശോധനക്കുറവ്, അല്ലെങ്കിൽ ശോധന ഭയങ്കര ടൈറ്റായിട്ട് പോവുക, എരിച്ചിൽ, പുകച്ചിൽ, വേദന, ഇരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടാണ് പലപ്പോഴും പേഷ്യൻസ് വരാറുള്ളത്. എന്നാൽ ഈ പല പൈൽസും നമുക്ക് വീട്ടിൽ തന്നെ ചില കാര്യങ്ങൾ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം ക്രമീകരിച്ചാൽ തന്നെ റെഡി ആവുന്ന പൈൽസ് ഉണ്ടാവുള്ളൂ. ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ഫാത്തിമ സഹല, യുനാനി കൺസൾട്ടൻറ്റ്, മിസ്രിയ ഹെൽത്ത് കെയർ പൂക്കോട്ടൂർ. യഥാർത്ഥത്തിൽ എന്താണ് പൈൽസ്? പൈൽസ് എന്ന് പറയുന്നത് നമുക്ക് പലരിലും കാണപ്പെടാറുണ്ട്. മുട്ടിന് താഴെയൊക്കെ വെയിൻസ് കട്ടിയായിട്ട്, അതായത് ബൾജ് ചെയ്തിട്ട് വെരിക്കോസ് വെയിൻ കാണപ്പെടാറുണ്ട് അല്ലേ. ഇതേ വെരിക്കോസ് വെയിന് നമ്മുടെ മലദ്വാരത്തിന് ചുറ്റുമുള്ള വെയിൻസിന് സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടുത്തെ വെയിൻസ് ബൾജ് ചെയ്യുമ്പോൾ, സ്വെള്ളൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് എന്ന് പറയുന്നത്. ഇതൊരിക്കലും മടിക്കേണ്ട ഒരു രോഗമൊന്നുമല്ല. പൈൽസ് വരാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം കുറേ സമയം ഇരിക്കുക എന്നുള്ളതാണ്. ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ, ഡ്രൈവർമാർ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കുറേ സമയം ഇരിക്കുമ്പോൾ അവർക്ക് പൈൽസിൻ്റെ ബുദ്ധിമുട്ട് കാണപ്പെടാറുണ്ട്. ഇത്തരം ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ സമയം ഇരിക്കുന്ന ഇടയിൽ, ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പം അതിൻ്റെ ഇടയിൽ 1-2 മിനിറ്റ് നടക്കാനൊക്കെ ശ്രദ്ധിക്കാം. ഇനിയിപ്പോൾ ഇരിക്കണ പ്രതലം ഭയങ്കര ഹാർഡായിട്ടുള്ളതാണെങ്കിൽ അത് മാറ്റിയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള പ്രതലമാക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈ ഹാർഡായിട്ടുള്ള പ്രതലത്തിരിക്കുമ്പോൾ പ്രഷർ കൂടുതൽ വരികയും ഇത് പൈൽസ് ഉണ്ടാക്കാനും കാരണമാവും. അതേപോലെയാണ് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ ഭയങ്കര ഭാരം ചുമക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത്തരം ആൾക്കാരിൽ പൈൽസ് കാണപ്പെടാറുണ്ട്. അതുപോലെ ശരീരഭാരം കൂടുതലുള്ള ആളുകളിൽ, 6 മാസത്തിന് ശേഷമുള്ള പ്രഗ്നൻസിയിലൊക്കെ നമ്മൾ ഇതേപോലെ പൈൽസ് കാണപ്പെടാറുണ്ട്. അതുപോലെ ഉള്ളതാണ് ഡെലിവറിക്ക് ശേഷം പലരിലും ഈ പൈൽസ് കാണപ്പെടാറുണ്ട് അല്ലേ. അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഡെലിവറിക്ക് സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രഷർ അവിടെ പൈൽസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പൈൽസ് ഉണ്ടാക്കുന്നത്. ഇത് കൂടാതെ ചില അസുഖങ്ങൾ, ലിവർ ഡിസീസ്, അതേപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ ഉള്ള പേഷ്യൻസിലൊക്കെ ഇതേപോലെ പൈൽസ് കാണപ്പെടുന്നുണ്ട്. പൈൽസ് വരുന്നത് ശ്രദ്ധിക്കാൻ, അല്ലെങ്കിൽ പൈൽസ് വരാതെ നോക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? വന്ന പൈൽസിനെ ഗൗരവമുള്ളതാക്കി മാറ്റാതിരിക്കാൻ. അപ്പോൾ നമുക്കറിയാം ചില ആൾക്കാരിൽ ബ്ലീഡിങ് പൈൽസ് ഉണ്ട്, നോൺ ബ്ലീഡിങ് പൈൽസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. ഞാൻ പറഞ്ഞു പൈൽസ് പല ഗ്രേഡിലുണ്ട്. ഗ്രേഡ് 1, 2, 3, 4 അങ്ങനെ 4 ഗ്രേഡിലായിട്ട് നമുക്ക് പൈൽസിനെ പറയാൻ പറ്റും. ഗ്രേഡ് 1 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കാണാനൊന്നുമില്ല, അതായത് നോഡ്യൂൾസോ അല്ലെങ്കിൽ വെയിൻസ് ബൾജ് ചെയ്തിട്ടൊന്നും നമുക്ക് കാണാനില്ല, പക്ഷേ വേദനയൊക്കെ അനുഭവപ്പെടുന്ന കേസാണെങ്കിൽ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ചെറിയ നൊഡ്യൂളുണ്ട്, അത് നമ്മൾ ഈ ശോധനയുടെ സമയത്ത് പുറത്ത് വരികയും ഓട്ടോമാറ്റിക്കലി അത് ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. മൂന്നാമത്തെ ഗ്രേഡ് എന്ന് പറയുന്നത് പുറത്ത് വന്ന ഹെമറോയിഡിനെ നമ്മൾ ഉള്ളിലേക്ക് പ്രഷർ അപ്ലൈ ചെയ്താൽ ഉള്ളിലേക്ക് തന്നെ പോകാൻ പറ്റും. അങ്ങനത്താണ് 3rd ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി 4th ഡിഗ്രി ആണെങ്കിൽ അതൊരിക്കലും റിട്ടേൺ പോവില്ല, അതായത് ഉള്ളിലേക്ക് നമ്മൾ എത്ര പ്രഷർ അപ്ലൈ ചെയ്താലും പോവില്ല, അതോടുകൂടി തന്നെ ബ്ലീഡിങ്ങും ഉണ്ടാവും. ഇത്തരം കേസിനെ നമ്മൾ 4th ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പം ഈ ഗ്രേഡ് 1 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മരുന്ന് കുടിക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, നമ്മൾ ഭക്ഷണം ക്രമീകരിച്ചാൽ മാറ്റാവുന്നതേ ഉള്ളൂ. അതെന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഞാൻ പറയാം. പ്രധാനമായിട്ടും നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് നാരുകൾ അടങ്ങിയ ഭക്ഷണം, ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. ഇത് നമ്മളെ ദഹനം മെച്ചപ്പെടുത്തുകയും അതുവഴി ശോധന റെഡിയാക്കുകയും ചെയ്യും. ഇത് പൈൽസ് ഇല്ലാതാക്കാനും പൈൽസ് വരുന്നത് തടയാനൊക്കെ സഹായിക്കും. ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മളെ പഴങ്ങൾ, പച്ചക്കറികൾ, അതേപോലെ തന്നെ തവിടുള്ള ധാന്യങ്ങൾ, ഇപ്പോൾ പയറുവർഗ്ഗങ്ങളാണെങ്കിലും അത് തവിടോട് കൂടി കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ ഇത് തടയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, വെള്ളം നല്ലോണം കുടിക്കുക. അപ്പോൾ നമ്മൾ ശോധന റെഡിയാവും. അതേപോലെ തന്നെ ദഹനമൊക്കെ റെഡിയാവാൻ വെള്ളം അത്യാവശ്യമാണല്ലോ, അപ്പം വെള്ളം നന്നായിട്ട് കുടിക്കുക. ഈ പച്ചക്കറികളും പഴങ്ങളും കഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പഴങ്ങൾ ഒരിക്കലും ജ്യൂസാക്കി കുടിക്കാതെ, ഇനി ഇൻ കേസ് നല്ല ജ്യൂസ് കുടിക്കണതാണ് ഒരാൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് അരിക്കാതെ കുടിക്കാനും പഞ്ചസാര ഇടാതെ കുടിക്കാനും എപ്പോഴും ശ്രദ്ധിക്കുക. പച്ചക്കറികൾ കഴിക്കണ സമയത്താണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഴങ്ങൾ കഴിക്കണ സമയത്താണെങ്കിൽ ഉഷ്ണം കൂടുതലുള്ള അല്ലെങ്കിൽ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക. ഇത് മുരിങ്ങക്കായ, കൈപ്പങ്ങ, മാങ്ങ ഇതൊക്കെ കഴിക്കുന്നത് പൈൽസിൻ്റെ ബുദ്ധിമുട്ട് കൂട്ടാൻ കാരണമാവും. പല പേഷ്യൻസും ചിക്കനും മീനും ഒന്നും അധികം കഴിക്കണില്ല, അല്ലെങ്കിൽ ചിക്കനും ബീഫ്, നോൺ വെജ് ഐറ്റംസ് ഒന്നും കഴിക്കണില്ല, പക്ഷെ എന്നിട്ടും പൈൽസിൻ്റെ ബുദ്ധിമുട്ട് വളരെ കൂടി എന്ന് പറയും. ഇത്തരം കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവർ മാങ്ങയോ അല്ലെങ്കിൽ മുരിങ്ങയോ ഒക്കെ കൂടുതലായിട്ട് കഴിച്ചിട്ടുണ്ടാവും. ആ സമയത്താവും ഇത് കൂടിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നോൺ വെജ് ഐറ്റംസ് കഴിക്കുമ്പോൾ ലിമിറ്റഡ് ആയിട്ട് കഴിക്കാൻ നോക്കുക. മീനൊക്കെ കഴിക്കുന്ന സമയത്ത് ചെറിയ മത്സ്യങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും
ശ്രദ്ധിക്കുക. അയല, മത്തി പോലുള്ള മത്സ്യങ്ങൾ ഒഴിവാക്കുക. അതേപോലെ ഷെൽ ഫിഷസ് ഉണ്ടാവും, നമ്മളെ ഈ തോടുള്ള കക്ക, ചെമ്മീൻ, ഞണ്ട് പോലുള്ളവ കഴിയുന്നതും ഒഴിവാക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരുവിധം ഈ പൈൽസിൻ്റെ ബുദ്ധിമുട്ട് നീക്കാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. ശരീരം എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കാൻ നോക്കുക. പിന്നെ അതേപോലെ ഉറക്കം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പൈൽസിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഗ്രേഡ് 1 പൈൽസ് ഒക്കെ ആണെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഒന്നാമതായിട്ട് നമുക്ക് അത്തിപ്പഴം തലേ ദിവസം വെള്ളത്തിൽ ഒരു 4 അത്തിപ്പഴമൊക്കെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കാം. എന്നിട്ട് രാവിലെ വെറും വയറ്റിൽ ഈ അത്തിപ്പഴവും ഈ വെള്ളം കൂടി കുടിക്കാൻ പറ്റും. ഇങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് ജ്യൂസാക്കിയിട്ട് അരിക്കാതെ അങ്ങനെ കഴിക്കുന്നത് നല്ലതാണ്. ഇത് ശോധന റെഡിയാക്കും, അതേപോലെ തന്നെ നമ്മുടെ പൈൽസിൻ്റെ ബുദ്ധിമുട്ട് നീക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഉറുമാമ്പഴം ഉണ്ടല്ലോ. ഉറുമാമ്പഴം 4 കട്ട് ചെയ്തിട്ട് അതിൽ ഒരു പോർഷൻ, അതായത് ഉറുമാമ്പഴത്തിന് 1/4 പിന്നെ അതേപോലെ തന്നെ തൈരും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് എന്ത് ചെയ്യുക, അത് കുടിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ പൈൽസിൻ്റെ ബുദ്ധിമുട്ട് നീക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഈ പൈൽസിന് ഭയങ്കര വേദന, എരിച്ചിലൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആലം സ്റ്റോൺ ഉണ്ടല്ലോ, ആലം, ഇത് ഒരു ഡബ്ബയിൽ ചൂടുവെള്ളത്തിൽ ആലം സ്റ്റോൺ ഇട്ട് വെച്ചിട്ട് അതിൽ ഇരിക്കുന്നത്, അതായത് സിറ്റ്സ് ബാത്ത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് പൈൽസിൻ്റെ ബുദ്ധിമുട്ട് നീക്കാനും സഹായിക്കും. ഇനി ഇത്രയൊക്കെ ചെയ്തിട്ടും നമുക്ക് പൈൽസിൻ്റെ ബുദ്ധിമുട്ട് നീങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ കാണുക. യുനാനി വൈദ്യശാസ്ത്രത്തിൽ ഇതിന് നല്ല രീതിയിൽ നമുക്ക് മെഡിസിൻ നൽകാൻ പറ്റും, നല്ല ആശ്വാസം ഉണ്ടാക്കാനും പറ്റും. എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്